നമുക്ക് ഇന്നത്തെ ലഞ്ച് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കിയത് നോക്ക്. ചോറുണ്ടാക്കിയില്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? നമുക്ക് അടുക്കളയിലേക്ക് പോകാൻ കാണാം കേട്ടോ. അടുക്കളയിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. ചോറ് തിളയ്ക്കുന്നു കേട്ടോ. ചോറ് നല്ല വേവാണ്. ഈ അരിയുടെ ഒരു സ്പെഷ്യൽ അരിയാണ്. എനിക്കറിയില്ല എന്താ കാരണം. ഇത് അവിയലിൻ്റെ കഷ്ണം നുറുക്കണം. അവിയലിൻ്റെ കഷ്ണം നുറുക്കണതിൽ എപ്പോഴും നമ്മൾ നല്ല സ്ലിം ആയിട്ട് സ്ലിം ആൻഡ് ട്രിം ആയിട്ട് ഓരോ പീസസ് അരിയണം. അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി പോകും. വെറുതെ വലിയ കഷ്ണങ്ങളായിട്ട് അരിയരുത് കേട്ടോ അവിയൽ. അപ്പം അങ്ങനെ അരി നോക്കും. അപ്പോൾ അവിയലിന് സ്വാദ് വരും. അത് കഴിഞ്ഞ് അതേ കുമ്പളങ്ങ, ക്യാരറ്റ്, എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ബാക്കിയില്ല വീട്ടിൽ അതെല്ലാം അവിയലിൽ ചേർക്കാം. ഞാൻ അവിയലിനെ കുറിച്ച് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിലൊരു സ്റ്റോറി ഉണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ആകുമ്പോൾ വളരെ ഈസിയായിട്ട് ഇതൊക്കെ എല്ലാ കഷ്ണങ്ങളും കഴുകിയിട്ട് ഇതൊക്കെ പാത്രത്തിലിട്ട്, പാത്രത്തിൽ സ്ഥലമില്ല, അരി പാത്രം മാറ്റേണ്ടി വരും എനിക്ക് തോന്നി അത് കണ്ടിട്ട്. ചെറിയ പാത്രം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഉപ്പിടുക. ഉപ്പിട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് അതിനെ ആകെ കൂടി ഇളക്കി വെളിച്ചെണ്ണ പുരട്ടി ഇളക്കുക. വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാനേ പാടില്ല. എന്താ നല്ല പോലെ ഇളക്കുക. നല്ല പോലെ ഇളക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല പോലെ ഇളക്കണം. വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, അധികം വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട. അത് ആ സ്റ്റീമിലിരുന്ന് വേവണം. അത് അരി അവിടെ വെന്തുകൊണ്ടിരിക്കണം. അരിയുടെ വേവ് ഒട്ടുമായിട്ടില്ല, കഷ്ണം വെന്തുകൊണ്ടിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കൂ. അത് ഞാൻ അടച്ചു വെച്ചു. കഷ്ണം വേവട്ടെ കേട്ടോ. സിമ്പിളായിട്ടിരിക്കണത് വേവട്ടെ. ഇനി നാളികേരം അരയ്ക്കണം. നാളികേരം കൊത്തിയ നാളികേരമാണ്. അപ്പോൾ ആ നാളികേരം കയ്യിലിട്ടു. എന്നിട്ട് ആ നാളികേരത്തിൽ ഒരു നുള്ളി ജീരകം, 2 പച്ചമുളക് ഇട്ടു. തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ അരയ്ക്കണത്. നാളികേരം അത് പെരുപരാന്ന് അരയ്ക്കണം. അല്ലാണ്ട് വെണ്ണ പോലെ അവിയലിന് അരയ്ക്കരുത്. കഷ്ണങ്ങളൊക്കെ വേവായിട്ട് ഇനി ഞാൻ പാത്രം മാറ്റണം. എന്താ വെച്ചാൽ സൗകര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇതാ വെന്തു. നല്ലോണം വേവിച്ച് വെച്ചു. ഞാൻ ഉള്ള കിഴങ്ങൊക്കെ എടുത്ത് വേവിച്ച് വെച്ചു. ഇഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ പോകുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഇഷ്ടമാണ്. വളരെ ഈസിയാണ്. 2 പച്ചമുളക് ഇത് അരിഞ്ഞിടണം. ഇനി നെക്സ്റ്റ് ആ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിടണം. തൊലി കളഞ്ഞു. ഒരു ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞിടുക കേട്ടോ. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി. ഇഞ്ചി വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയണം. എന്താ പാത്രം വെച്ചു. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞതിട്ടു. ഒരു തുള്ളി വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ അത് ഇരുന്ന് തിളയ്ക്കട്ടെ. സമയം കളയണ്ട. എളുപ്പം വെള്ളം ഒഴിച്ച് തിളച്ചു. അതിനുശേഷം അതൊന്ന് വേവായപ്പോൾ ഉരുളക്കിഴങ്ങ് അതിലിട്ടു കേട്ടോ. ഉരുളക്കിഴങ്ങ് പീസസായി വെച്ചിരിക്കുന്നത് അതിലിട്ടു. നല്ല ഉരുളക്കിഴങ്ങ് ഓൾറെഡി വെന്തതാണല്ലോ. ഉള്ളിക്ക് അധികം വേവുമില്ല. ഉപ്പൊക്കെ ഇട്ട് ഇളക്കി. ഇനി ഞാൻ തേങ്ങാപ്പാൽ പൊടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ പൊടിയാണ് ഞാൻ വെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നത്. അത് പച്ചവെള്ളത്തിൽ കലക്കി ഒഴിക്കുക. അത് ഒഴിച്ച് ഇതാ തേങ്ങാപ്പാലായി. തേങ്ങാപ്പാൽ തയ്യാറായി. വിതിൻ 1 മിനിറ്റ് തേങ്ങാപ്പാൽ തയ്യാറായി. ഇതായിട്ട് ഇഷ്ടം തയ്യാറായി കേട്ടോ. ഇത്ര എളുപ്പം നോക്കൂ. ഇഷ്ടമല്ലായി. ഇഷ്ടം നല്ലോണം ഇളക്കുക. ഇനി അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കറിവേപ്പില ഇടണം. ഇത് രണ്ടും ഇപ്പം തന്നെ ചെയ്യണം കേട്ടോ. കൂട്ടാൻ വാങ്ങുന്നതിന് മുമ്പ് ചെയ്യണം. നല്ല പോലെ ഇളക്കുക. കുറച്ച് വെളിച്ചെണ്ണ. ഇനി 2 കറിവേപ്പില ഇടും. നല്ലപോലെ ഇളക്കിക്കോളും. ആ ഉരുളക്കിഴങ്ങൊക്കെ കരിവേപ്പില ഇടുക കേട്ടോ. ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ഇഷ്ടം തയ്യാറായി. ഞാൻ ബൗളിൽ കമത്തിയിട്ട് ഇനി ബൗളിൽ വെച്ചിട്ട് ഇനി കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടകലായി. ഇത് നല്ല പോലെ ഇളക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി അവിയലിൻ്റെ കാര്യം നോക്കാം കേട്ടോ. അവിയൽ എന്താ വെച്ചാൽ കഷ്ണം വേവിച്ചു. ഞാൻ പാത്രം മാറ്റി വലിയ പാത്രത്തിലാക്കി. അതിലാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് ഇളക്കാൻ. തേങ്ങ അരച്ചത്, തൈര്, ഇഞ്ചി, പച്ചമുളക്, ജീരകം കൂടി അരച്ച തേങ്ങ ഇത് അതിലിട്ടു. ഇത് നല്ല പോലെ അരച്ച തേങ്ങ അതിലിട്ടു. കറിവേപ്പില ഇട്ടു. നോക്കൂ. നല്ല പോലെ ഇളക്കുക. അത് അധികം തിളയ്ക്കൊന്നും വേണ്ട. അപ്പോൾ കാലായി. കഷ്ണങ്ങളൊക്കെ വെന്തതാണ്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് അവിയൽ വാങ്ങേണ്ട സമയമായി. നോക്കൂ. അവിയൽ തയ്യാറായി കഴിഞ്ഞു. ഇനി അവിയൽ ബൗളിൽ പറഞ്ഞിട്ട് ഇത് നിലത്തെ സാമ്പാറാണ് കേട്ടോ. സാമ്പാർ ഇത് ചൂടാക്കാൻ വെച്ചിടും. സാമ്പാറിൻ്റെ കുറവ് വേണ്ട. അപ്പോൾ സാമ്പാർ, അവിയൽ ഇഷ്ടവും കേട്ടോ. സാമ്പാറും ചൂടായി കഴിഞ്ഞു. നിലത്തെ സാമ്പാറാണ് ബാക്കി ഉണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് ഇത് പപ്പടം കാച്ചാൻ പോകണം. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. ഒരു പപ്പടം കാച്ചി ഞാൻ പപ്പടം കാച്ചണം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്താ കാരണം വെച്ചെങ്കിൽ ഇനി ഈ വെളിച്ചെണ്ണ കളയണം. അതുകൊണ്ട് അധികം എണ്ണ ഒഴിക്കരുത്. അത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. പറ്റാവുന്നത്ര പപ്പടം കാച്ചിയെടുക്കുക. പപ്പടം ഇതിലേക്ക് പകർന്ന് വെച്ചു. ചൂടാറിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇന്നത്തെ ലഞ്ച് തയ്യാറായി. ഇതാ ചോറ് നല്ല വേവണം കേട്ടോ. മണിക്കൂറോളം വെച്ചിരുന്ന് വേവണം ചോറ്. ഇതാ സാമ്പാർ. ഇത് നിലത്ത് സാമ്പാർ ചൂടാക്കി ഇതാ ഇന്നുണ്ടാക്കി. സ്പെഷ്യൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഉണ്ടാക്കാൻ വെറും 2 മിനിറ്റ് മതി. എല്ലാം കരച്ച് ഉരുളക്കിഴങ്ങ് വേവിച്ച്
അപ്പോൾ ഇഞ്ചി പച്ചമുളക് ഇട്ട് പിന്നെ തേങ്ങാപ്പാല ചേർത്താൽ മതി. വളരെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ അവിയലിൻ്റെ കാര്യമാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കഷ്ണങ്ങൾ നല്ല ഭംഗിയായിട്ടായിരിക്കണം, അല്ലെങ്കിൽ അവിയലിന് ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. അത് മാത്രമല്ല അവിയലിൻ്റെ കഷ്ണത്തിൽ വെള്ളം ചേർത്ത് വേവിക്കരുത്. നല്ലോണം വെളിച്ചെണ്ണയിൽ വേവിക്കും. ഇത്തിരി നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ വെജിറ്റബിൾസ് വെച്ചിട്ട് എന്നിട്ട് വേവിക്കണം. എന്നിട്ട് ഉപ്പും മുളകും പുരട്ടി വേവിച്ചിട്ട് അതിൽ തേങ്ങ, ഇഞ്ചി, ജീരകം, പച്ചമുളക് അരച്ച് ചേർക്കണം. ഉള്ളി ചേർക്കണമെങ്കിൽ ഉള്ളി ചേർക്കാം. തൈര് കൊണ്ട് അരക്കണം. തൈര് കൊണ്ട് അരച്ച് അതിൽ ചേർത്താൽ വളരെ ടേസ്റ്റ് കൂടും അവിയൽ. എന്നിട്ട് അവസാനം വാങ്ങുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ടേസ്റ്റായിട്ട് വാങ്ങണം. നല്ല അവിയലാണ്. കണ്ടാൽ തന്നെ കൊള്ളില്ലേ, നല്ല ഭംഗിയില്ലേ. അങ്ങനെ അവിയലുണ്ട്, മാങ്ങാക്കറിയുണ്ട്, കടുമാങ്ങാക്കറിയുണ്ട്, കൊണ്ടാട്ടമുളക് നെല്ലിയുണ്ട്, പപ്പടം കാച്ചി. ഇതൊക്കെ ഇന്ന് കിട്ടും. ഈ മിനിറ്റ് കൊണ്ട്, ഇത്ര മിനിറ്റ് കൊണ്ട് ഈ കറി ഉണ്ടാക്കിയിട്ടാണ്. ഇത് പോരെ, ഇത് തൈരിന് പോരെ. ഇതെല്ലാം ഞാൻ ഡിഷ് ഉണ്ടാക്കി. ഇന്നത്തെ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭം.